Hi friends, Assalamualaikum, Namaskaram, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആണ്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ ടേസ്റ്റ് ഉള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്ലാസ് ഡ്രിങ്ക്സ് ആണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടർ ആണ്. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 4 വലിയ ഗ്ലാസ്സിലേക്കുള്ള ഡ്രിങ്ക്സിന്റെ അളവിലാണ് ഇൻഗ്രീഡിയൻസിന്റെ അളവുകൾ പറയുന്നത്. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള 2 ലെമണിന്റെ ജ്യൂസ് കൂടിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ പീസ് പൈനാപ്പിൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക്സ് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് സബ്ജ സീഡ്സ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ പച്ചമുളക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് 4 ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുക്കാം. കൂടുതലാവേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡ്രിങ്ക്സിന് നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തതിൽ നിന്നും വളരെ കുറച്ച് മാത്രം മാറ്റി വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി നമ്മുടെ ഡ്രിങ്ക്സ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പച്ചമുളക് ഇതിൽ നിന്നും മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ഡ്രിങ്ക്സിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ടാകും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.